CPM പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടമാണ്. CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കട്ടെ, പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു വകക്ക് കൊള്ളാത്ത ഈ മനുഷ്യൻ ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനിൽ നിന്ന് മാറി ചിന്തിക്കാൻ പാർട്ടിയിലെ ഒരാൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തും. പാർട്ടിയിൽ എത്ര 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 എന്താ പറയാ ചിന്താശേഷിയുള്ള എത്ര നേതാക്കന്മാരുണ്ടായിരുന്ന പാർട്ടിയാണ്. ഇന്ന് കമ്മ്യൂണിസത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഈ പോങ്ങന്. ഇയാളാണ് എന്നിട്ട് പാർട്ടിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബോധവും വിവരവും വളരെ കമ്മിയാണ്. അത് പിണറായി വിജയൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. EMSനെ പോലെ, AKGയെ പോലെ, അത്തരത്തിൽപ്പെട്ട വലിയ നേതാക്കളെ പോലെയുള്ള വലിയ ലോകവിജ്ഞാനമോ കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയോ ഒന്നും തനിക്കില്ല. താനാകെ ഇങ്ങനെ കുറെ ഈ അക്രമ സമരങ്ങൾ അറിയാലോ. വാടിക്കൽ രാമകൃഷ്ണനെ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലൂടെ അക്രമാസക്തമായ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച ആളാണ് പിണറായി വിജയൻ. അതിൽ നിന്ന് ഊരിപ്പോന്നു എന്നുള്ളത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യം. എന്തായാലും വാടിക്കൽ രാമകൃഷ്ണന്റെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പിണറായി വിജയൻ ആയിരുന്നു എന്ന് ചരിത്ര രേഖകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു തരത്തിലുള്ള ബൗദ്ധിക ശേഷിയും ഇല്ലാത്ത സാധാരണക്കാരിൽ നിന്ന് പോലും താഴ്ന്ന ബോധ നിലവാരമുള്ള EQ, IQ തുടങ്ങിയ ഘടകങ്ങളൊക്കെ താഴ്ന്ന പിണറായി തന്റെ പാർട്ടിയിൽ തന്നെക്കാൾ മുകളിൽ ആരും ചിന്തിക്കാൻ പാടില്ല. തന്നെക്കാൾ മുകളിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വെട്ടിനിർത്തി. അതുകൊണ്ടാണ് പാർട്ടി മന്ദബുദ്ധികളുടെ കൂടാരമായി മാറിയത്. CPM എന്തുകൊണ്ട് തിരുമണ്ടന്മാരുടെ കൂടാരമായി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പിണറായി വിജയൻ കഴിഞ്ഞ 28 വർഷമായി, അതായത് നേരത്തെ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന കാലം മുതൽ, അതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ, അതിനെ തുടർന്ന് 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തോളം പിണറായി വിജയൻ ചെയ്തത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ തന്നെക്കാൾ മുകളിൽ ചിന്തിക്കുന്നവരെ, അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടിനിരത്തി. അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണറായിയേക്കാൾ മുകളിൽ ചിന്തിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പൊ പിണറായിയാണ് ഇതിന്റെ ഒരു തോത് എന്ന് പറയുന്നത്. അപ്പൊ പിണറായി ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഈ തുറമുഖത്തിൽ MSC കമ്പനി നടത്തിയ ഈ നിക്ഷേപത്തെ അപകടകരമായിട്ടാണ് കാണുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും ഇത് കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേകുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ തുറമുഖത്തിലെ കയറ്റിറക്കുമതി ഏറ്റവും സജീവമായി മാറാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ എന്താ പറയാ അനുബന്ധമായ പ്രവർത്തനങ്ങളും ഏറ്റവും സജീവമായി മാറുന്നതോടെ കേരളത്തിന് വലിയ സാമ്പത്തിക പുരോഗതിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നു. ഇതിന്റെ ഇടക്ക് സ്വകാര്യവൽക്കരണം എന്തായാലും അദാനിക്ക് എഴുതി കൊടുത്തതാണ് പോർട്ട് വരുന്ന 40 വർഷത്തേക്ക്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇനി VD സതീശനൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ പറയുന്നത് സർക്കാരിന് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നുള്ളത്. ഇന്നലത്തെ ചർച്ച മുഴുവൻ അതായിരുന്നു. ഇന്നലത്തെ റിപ്പോർട്ടർ ടിവിയിലും കൈരളിയിലും ഒക്കെ ഉള്ള ചർച്ച മുഴുവൻ എന്താണ്, ഇത് സർക്കാരും ഈ VD സതീശനും അദാനിയും തമ്മിലുള്ള എന്തോ ഒരു ഇടപാടാണ്. ഈ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അതായത് ഇന്നത്തെ ഇത് പത്രത്തിലാണ് മാതൃഭൂമിയില കത്ത് നൽകി അദാനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. 49% ഓഹരി MSCക്ക് കൈമാറാനുള്ള തീരുമാനം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഔദ്യോഗികമായി ബുധനാഴ്ചയാണ് സർക്കാരിനെ അറിയിച്ചിരുന്നു. അങ്ങനെ ദേശാഭിമാനി വളരെ നൈസായിട്ട് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് യൂട്ടേൺ അടിച്ചു. സാധാരണ ഈ UDF സർക്കാർ യൂട്ടേൺ സർക്കാർ എന്നാണല്ലോ പറയാം. പക്ഷേ ഈ വർഷത്തെ ഏറ്റവും വലിയ യൂട്ടേൺ ആണ് ദേശാഭിമാനി അടിച്ചത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഇന്നലത്തെ പത്രത്തിൽ വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം അത് LDF സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് എന്ന് പറഞ്ഞ ദേശാഭിമാനി ഇന്ന് പറയാണല്ലോ, വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക. കൺസെഷൻ കരാറിന് വിരുദ്ധമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക്, അതായത് MSC കമ്പനിക്ക് കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ ആശങ്ക. അപ്പൊ ഇന്നലെ ഈ നിക്ഷേപം വന്നത് ഞങ്ങളുടെ മികവ് കൊണ്ടായിരുന്നു, ഞങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴത്തെ ദേശാഭിമാനി പറയാണല്ലോ,
ഭയങ്കര ആശങ്കയാണ്. ആശങ്കയാണെന്ന് പറയുന്നു. ഇതിനൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ കാരണഭൂതം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു. ഇതുകൊണ്ട് ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു വിപത്താണ് കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് അതായത് 13,000 കോടിയുടെ നിക്ഷേപം കൊണ്ട് MSC കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അവര് വിഴിഞ്ഞത്ത് നടത്തിയത്. അതുകൊണ്ട് തകരാറാണ് സംഭവിക്കുന്നത്. സംസ്ഥാനത്തിന് വൻ തകരാറ്, കുത്തകവൽക്കരണം എന്നൊക്കെ പറഞ്ഞത്. അദാനിയാണ് പോർട്ട് നടത്തുന്നത്, അതല്ല ഏറ്റവും വലിയ കുത്തകവൽക്കരണം. എനിക്ക് അദാനി അവരുടെ ഷെയറിന്റെ 49% മറ്റൊരു കമ്പനിക്ക് വിറ്റ അതിനെന്ത് തകരാറാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കേട്ടോ. ഒന്ന് ഏറ്റവും വലിയ ഷിപ്പിംഗ് മാത്രമല്ല, വിഴിഞ്ഞത്ത് ഇതുവരെ വന്ന കപ്പലുകൾ മുഴുവനും ഇവരുടെ നിയന്ത്രണത്തിലാണ്, MSCയുടെ നിയന്ത്രണത്തിലാണ്. അത് കുറേ കൂടിയും വ്യാപകമാകും എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം ഏറ്റവും സജീവമായി മാറാൻ വേണ്ടി പോവുകയാണ്. LDF സർക്കാർ ഉണ്ടാക്കിയ അദാനി പോർട്ടുമായി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 49% ഷെയർ അദാനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, വിൽക്കാം. അതിന് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സ്വാധീനവും അതിലില്ല, ഒരു തരത്തിലുള്ള സേയുമില്ല. ഒരു ധാരണാപത്രം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് വിവരം അറിയിക്കണം. സംസ്ഥാന സർക്കാർ ഓക്കെ എന്ന് പറയണം. ഓക്കെ പറയാതെ നിവൃത്തിയില്ല. അപ്പൊ അതാണ് സംഭവിച്ചത്. ഏതായാലും കേരളത്തിന്റെ വികസന കുതിപ്പ് അതിന് ആക്കം കൂട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു പത്രം ഇതെഴുതിയല്ലോ, ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നേ. അത് ജസ്റ്റ് അതിന്റെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. മനോരമയിലാണ്. മനോരമയുടെ എഡിറ്റോറിയൽ കണ്ടില്ലേ, സാധ്യതകളുടെ കടൽ വഴി എന്ന് പറയുന്നത്. സാധ്യതകളുടെ കടൽ വഴി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം വല്ലാർ പാടത്തിനും ഗുണകരമാകട്ടെ എന്ന് പറയുന്നത്. അറബിക്കടലിലേക്ക് കണ്ണുനട്ട് നാം കണ്ട ആ ദീർഘകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ഇതാ ചരിത്രത്തിലേക്ക് പാമരമുയർത്തി വളർന്നു വലുതാവുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അദാനിക്കൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതായത് MSC കൈകോർക്കുമ്പോൾ സാധ്യതകളുടെ കടലാണ് വിസ്തൃതമാകുന്നത്. അദാനി പോർട്ടിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് ഏകദേശം 13,000 കോടി രൂപക്ക് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ MSC സ്വന്തമാക്കുന്നത്. ഇന്ത്യൻ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. അതേസമയം ഈ വിദേശ നിക്ഷേപം നടത്തുന്നത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിക്കുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ വ്യക്തമാക്കിയത്. ആ VD സതീശൻ വ്യക്തമാക്കിയതിനെ തുടർന്നിട്ടാണ് അദാനി പോർട്ട് ഈ ഒരു കരാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓഹരി കൈമാറ്റത്തെ കുറിച്ചുള്ള വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. അപ്പൊ ഏതായാലും ദേശാഭിമാനി ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഈ തിന്നുകയുമില്ല തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ ആ നിലപാടുണ്ടല്ലോ, അതായത് ഞാനല്ലാതെ മറ്റാര്, അതാണ് പിണറായി ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തോറ്റ് തുന്നം പാടിയിട്ടും പിണറായി ഇപ്പോഴും ചോദിക്കുകയാണല്ലോ, ഞാനല്ലാതെ മറ്റാര് ഞാൻ അഭിപ്രായം പറയും. ഏത് കാര്യത്തിലും, ലോകത്തിലെ ഏത് കാര്യത്തിലും വിവരമില്ലാത്ത ഞാൻ അഭിപ്രായം പറയും. പാർട്ടിയിലെ എല്ലാ മണുഗുണാഞ്ചന്മാരും അതനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ഇത് ആരെങ്കിലും ഇറക്കുന്നതല്ലല്ലോ. ആരെങ്കിലും വ്യക്തമായ നയപരിപാടികളും കാര്യങ്ങളൊക്കെ അറിയുന്ന എന്ന് പറഞ്ഞാൽ പിണറായിനെക്കാളും ഞാൻ നേരത്തെ പറഞ്ഞു പിണറായിയുടെ അത്രയും ബോധമില്ല, അതിലും താഴ്ന്ന ബോധമുള്ളവരെ പാർട്ടിയിലുള്ളൂ. പക്ഷെ ഇത് മറ്റൊരു തരത്തിലാണ് പറയേണ്ടത്, മറ്റൊരു തരത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് വിവരമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ വിവരം എന്ത് ചെയ്യില്ല, വിവരം അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. അതാണ് ഇപ്പൊ പിണറായിയേക്കാൾ ബോധ നിലവാരം കുറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പിണറായിയേക്കാൾ ബോധ നിലവാരമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകില്ല. ഇവിടുത്തെ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ പിണറായിയേക്കാൾ ബോധ നിലവാരമുള്ളവരാണ്. പക്ഷെ അവരത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി, പാർട്ടി വിരുദ്ധനായി. അപ്പൊ ഇവര് രാവിലെ തന്നെ പിണറായി എന്താ പറയുന്നത്, MV ഗോവിന്ദൻ എന്താ പറയുന്നത്, ഐസക് എന്താ പറയുന്നത്, KN ബാലഗോപാൽ എന്താ പറയുന്നത്, ഇതിങ്ങനെ രാവിലെ തന്നെ നിരീക്ഷിക്കട്ടോ. ഇവര് പറഞ്ഞത് അതേപടി പറയും. ഇതിനല്ല അടിമത്തം എന്ന് പറയുന്നത്, അപ്പോഴാണ് നമ്മൾ കോൺഗ്രസിലെ കാര്യം അപ്പോഴാണ് നമ്മൾ കോൺഗ്രസ്സുകാരെ നമ്മൾ എന്താ പറയാ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഏറ്റവും നമ്മളെ കോരിത്തരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ ശേഷാദ്രിനാഥൻ ഇതാക്കിയത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച വ്യക്തിക്ക് സംഘപരിവാർ
എന്താ പറയാ സംഘപരിവാർ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി നിയാസ് അല്ലെ പി എം നിയാസ് കഴിഞ്ഞ ദിവസം ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി. അവിടെ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല, രമേശ് ചെന്നിത്തലയെ കണ്ടു, ഇയാൾ അപകടകാരിയാണ് ഒക്കെ പറയുന്നു. പക്ഷെ ഇയാളെ നിയമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പി എം നിയാസ് പാർട്ടിക്കുള്ളിലൊന്നല്ല ചർച്ച ചെയ്തത്, ഇത് പുറത്ത് തന്നെ ചർച്ച ചെയ്തു. അത് വേറെ അവരുടെ ഗ്രൂപ്പ് തർക്കത്തിന്റെ KC വേണുഗോപാലിന്റെ ഒരു അസ്മാദിയാണ് ഇയാള് പി എം നിയാസ്. അങ്ങനെ പി എം നിയാസ് വേണുഗോപാലിന് വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു പോരിടം സൃഷ്ടിക്കുകയാണ് പി എം നിയാസ് എന്നുള്ളത് അറിയാം. പക്ഷെ VD സതീശന് ഇതൊക്കെ പുല്ലാണ്. വി എം സുധീരനെ വരെ ചവിട്ടിക്കുട്ടി ഒരു വഴിക്കാക്കിയ ആളാണ് VD സതീശൻ. അപ്പൊ VD സതീശന്റെ മുന്നിൽ പി എം നിയാസ് ഒന്നും ഒരാളല്ല. ഞാൻ പറഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടി തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ CPM ആർക്കും മിണ്ടാൻ പേടിയാണ്. ഇപ്പം നട്ടുച്ചക്കും പിണറായി വിജയൻ പറയാണ് പാതിരാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പാതിരാത്രിയാണ്. പക്ഷേ VD സതീശൻ ഒരു കാര്യം പറഞ്ഞാൽ VD സതീശനെ എതിർക്കാൻ, അതല്ല ശരി എന്ന് പറയാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കൂടി നയിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കൂടി പാർട്ടിയെ നയിക്കും. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. നമുക്ക് ഒന്നുകൂടിയും നമ്മളെ തീരുമാനം ശരിയായിരുന്നോ എന്ന് നമുക്ക് ഒന്ന് ആലോചിക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു അവസരമാണ് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നത്, പൂട്ടിക്കെട്ടിയത്. അപ്പൊ ഏതായാലും നാണം കെട്ട ദേശാഭിമാനി യൂട്ടേൺ അടിച്ച് പിണറായി വിജയന്റെ ആസനം കഴുകിക്കൊണ്ട് സംസ്ഥാന താല്പര്യം ഹനിക്കരുത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്താണ് സംസ്ഥാന താല്പര്യം ഹനിക്കരുത്? അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നുവെന്ന് വാർത്ത പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. സർക്കാർ എന്താ ഇയാൾക്ക് ഇത്രയും പോകുന്നില്ലേ? എടോ പിണറായി വിജയ, സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലടോ. ഇത് ഇയാളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇയാളുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട് കൊടുത്ത കരാറാണ് എന്ന് പറഞ്ഞാൽ അദാനിയുടെ കയ്യിലുള്ള ഓഹരി അദാനി ആർക്ക് വിൽക്കണമെന്ന് അദാനി തീരുമാനിച്ചോളും. അതിനിപ്പോ പിണറായി വിജയന്റെ പ്രത്യേകിച്ച് തിട്ടൂരൊന്നും വേണ്ട.